ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഒരു ജീവൻ എടുത്തിട്ട് ഇപ്പോഴേക്ക് 48 മണിക്കൂർ കഴിഞ്ഞു. കേരളം ഒന്നടങ്കം അവളാണ് കുറ്റക്കാരി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും പ്രതിഷേധവുമായി വന്നിട്ടും നിയമത്തിനും പോലീസിനും അവളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ? അവളായതുകൊണ്ട്. അവനായിരുന്നുവെങ്കിൽ, അതും ഒരു നിരപരാധിയായിട്ടുള്ള കേസായിരുന്നുവെങ്കിൽ പോലും വിരളിലെണ്ണാവുന്ന മിനിറ്റുകളെ കൊണ്ട് അവനെ തൂക്കിയേനെ. ഇതൊന്നും ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവമാണ് ഞാനൊരു പോലീസ് അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന. അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോഴും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ആരോടും പരാതിയില്ല. പോലീസുകാരെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായി കുറ്റം കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ആ ജീവിതത്തിൽ അതൊന്നും നടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. പിന്നെ എന്നെ അറിയാവുന്നവരിപ്പോഴും എൻ്റെ അവിടെ സൈനിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നോടൊപ്പം. ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം. ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ. ആരും ഇന്ന് ഒരു ഉറുമ്പിനെ പണി ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല, എന്നെയും ചതിച്ചിട്ടില്ല. ഇത് ചതിയെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നതുകൊണ്ട് അവൾ അങ്ങനെ എൻ്റെ പേര് പറഞ്ഞതാണ്, അല്ലാതെ അവൾ മനഃപൂർവ്വം പറയുന്നതല്ല. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും. ജോസഫിന് 2 വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം. നീതി കിട്ടി എനിക്ക്. അതല്ലേ ഇത്രയും, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇത് വേറെ എവിടെ അല്ലട്ടോ, ഇത് കേരളത്തിൽ തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ. ഇപ്പൊ കണ്ട വ്യക്തിയുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക്, അപ്പോൾ ഇതിൽ തന്നെ ആൾ പറയുന്നുണ്ട് അയാളെ വിശ്വാസമാണ് എല്ലാവർക്കും. പക്ഷെ അത്രയും ആളുകൾ അതിൻ്റെ ബാക്കിൽ നടന്നിട്ടുണ്ടാകും, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 280 എത്രയോ ദിവസം കിടന്നു വന്നു. നോക്കിയേ, എന്തിനാ? ആ വാക്ക് എവിടുന്ന് വരുന്നത്? അതൊരു ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ വായിൽ നിന്ന് വരുന്നതെന്ന് നോക്കും. അത് നോക്കിയിട്ട് ഈ വരുന്ന കേസുകൾക്ക് പവർ ഉണ്ടാവുള്ളൂ. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിയമം അങ്ങനെയാണ്, എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. ദീപക് ജീവനൊടുക്കിയ സംഭവം. പ്രതിയായ യുവതി വിദേശത്തേക്ക് കടന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവരില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി, ആ ബസ്സിൽ ആ സമയം ഉണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ തുടങ്ങിയവരുടെയൊക്കെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേവലം ഇതൊരു ആത്മഹത്യാ കേസാക്കി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. BJP നേതാക്കളൊക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നിരിക്കെ പിന്നീട് ഈ വളരെ ശക്തമായ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റു നിക്കക്കള്ളിയില്ലാതെ ഇന്നലെ വൈകിട്ട് ഈ വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെ ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം, അതായത് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്, വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ വിദേശത്തായിരുന്നു മാത്രമല്ല, 2028-25 അരീക്കോട് പഞ്ചായത്ത് 14-ാം വാർഡിലേക്ക് മത്സരിക്കുകയും അവിടുത്തെ ജനങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയും കൂടെയാണ് ഈ മോൾ. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം നാട്ടിലുള്ള സപ്പോർട്ടും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോഴാണോ ഇവിടുന്ന് നാട് വിടാൻ വേണ്ടിയിട്ട് വലിയ പണി? ഒരു പണിയുമില്ല. പ്രത്യേകിച്ച് പെണ്ണാണ്. കേസ് വരാൻ ടൈം എടുക്കും. ഇനി ഇൻ കേസ് വന്നാൽ തന്നെ എന്തെങ്കിലും കേസും പറഞ്ഞിട്ട് ഇറങ്ങി പോരാം. ഇവിടെ എങ്ങനെയാണ്
തൊട്ട് നേരത്തെ നമ്മൾ കണ്ട ന്യൂസ് 283 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരു പെണ്ണിൻ്റെ വാക്ക്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ ആരാണെങ്കിലും പോക്സോ കേസാണ്, പോയി കിടക്കേണ്ടി വന്നു. വേറെ വർത്താനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കിടക്കേണ്ടി വരും. പക്ഷെ ഇവിടെ തൊടാൻ പറ്റുന്നില്ല. പോയി എന്ന് പറയുന്നു, വിദേശത്തെത്തി എന്ന് പറയുന്നു, എവിടെയാ ഉള്ളതെന്ന് കൺഫേം ആയിട്ടില്ല. കോഴിക്കോട് ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആഹ്വാനവുമായി വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെയാണ് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. എന്തൊക്കെ അപരാധങ്ങളാടേ! ബലാത്സംഗം ചെയ്യണമെന്നോ? സോഷ്യൽ മീഡിയ ഏത് സോഷ്യൽ മീഡിയ ഇത്? ഇവരൊക്കെ എന്തോന്നാ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിനൊരു അന്തസ്സ് വേണം, അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഇത് കേട്ടപ്പോൾ എനിക്കെന്താ ഓർമ്മ വന്നതെന്നറിയോ? മറ്റേ ബുൾജെറ്റിന്റെ വിഷയം ഉണ്ടായ സമയത്ത് ഒരുത്തൻ തോക്കൊക്കെ ആയിട്ട് വന്നിട്ട് അവരെ വിടണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ MVDനെയും പോലീസിനെയൊക്കെ ഇങ്ങനെ തെറി പറഞ്ഞായിരുന്നു. അപ്പോൾ അവനെ സ്പോട്ട് പിടിച്ചുകൊണ്ടുപോയി, വൈകുന്നേരം എപ്പോഴേക്ക് അവനെയും പിടിച്ചുകൊണ്ടുപോയി. അതേപോലെയാണ് ഇപ്പൊ ഇത് സംഭവിക്കുക. പിടിച്ചോ മനസ്സിനോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം ഇദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. ബെസ്റ്റ് BJPന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ഇതെന്തായാലും മാസാവാൻ വേണ്ടി നോക്കിയതാണ്. എന്തായാലും മാസായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നല്ലേ പറഞ്ഞത്? എന്തായാലും പെട്ടെന്ന് പൊക്കി കൊണ്ടുപോയി ഒരു കുറച്ചു കാലം അവിടെ കൊണ്ടുപോയി ഇടട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവനൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് മുളയിലെ നുള്ളുന്നത് നല്ലതാ. സമ്മതമില്ലാതെ ഫോട്ടോ എടുത്ത് സ്നാപ്ചാറ്റിലിട്ടു. 25,000 ദിർഹം പേ ഇട്ട് അബുദാബി കോടതി 6 മാസത്തേക്ക് ഇന്റർനെറ്റ് വിലക്ക്, സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. 25,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും ഒരു ഫോട്ടോ എടുത്തിട്ടേന്. അപ്പോൾ ഇങ്ങനെ കൊടുത്താലേ എന്താ ഉള്ളൂ, മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഇത് ഇവിടെ ഓരോ ആളുകളും ഓരോ ക്രൈം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവിടുത്തെ നിയമത്തിന് ആർക്കും ഒരു പേടിയുമില്ലാന്നേ. ഒരു പേടിയില്ല. കൂടി വന്നാൽ ഒരു 10-14 ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങ് പോരാ മിക്ക കേസുകളും. ഷാരോൺ വധക്കേസിൽ എങ്ങനെയാ നമ്മളെല്ലാവരും കണ്ടറിഞ്ഞാലേ വധശിക്ഷ കൊടുത്തു. എന്നിട്ടോ ഇപ്പം എന്താ അവസ്ഥ? ഞാൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അവരുടെ വീട്ടുകാരുടെ കണ്ണീരുണങ്ങുന്നതിന് മുമ്പേ ശിക്ഷ കൊടുക്കണം. വെട്ടാനുള്ളതാണെങ്കിൽ വെട്ടണം. അത് കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ ഓരോ ക്രൈം ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വരണം. പ്രത്യേകിച്ച് നോർത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര എങ്ങാനും കേസുകളുണ്ടെന്നറിയോ? വലിയ വലിയ കേസിലേക്ക് നോക്കുമ്പോൾ പോലീസിനും നിയമത്തിനൊക്കെ വലിയ വലിയ ക്രൈം ചെയ്യുന്ന ആളുകളെ പേടി. നമ്മുടെ നിയമമാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദീപകിൻ്റെ ആത്മഹത്യ, യുവതിക്കെതിരെ കേസെടുത്ത് പോലീസ്. എന്നിട്ട് ഇന്നലെയുള്ള ന്യൂസ് അത് 19-ാം തീയതി, ജനുവരി 19-ാം തീയതി. ഈ കേസെടുത്ത് കഴിഞ്ഞിട്ട് 24 മണിക്കൂറായി. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമെന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ടുമെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ, അത്തരക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത്, റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചയ്ക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു #അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ?
കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോണും തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. ഇതുപോലുള്ള പല പ്രതിഷേധങ്ങളും നമ്മൾ കേൾക്കും, അതിന് കമന്റ് ഇടും, അത് ഷെയർ ചെയ്യും, മറ്റുള്ളവരിലേക്ക് എത്തിക്കും. സാധാരണ ഇതുപോലുള്ള കേസുകളെ പോലെ ഇതും ആരും അറിയാതെ പോവും. അടുത്ത കേസ് വരും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കൂടി വന്ന അവളെ ഒന്ന് പിടിക്കുമായിരിക്കും, കുറച്ചു കാലം ജയിലിലിടുമായിരിക്കും. കഴിഞ്ഞ് അവൾ തിരിച്ചിറങ്ങും, അവൾ പഴയ പണി വീണ്ടും തുടരും. ഓർക്കുക, ഇൻസ്റ്റഗ്രാം അല്ല കോടതി. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കി വെക്കുക. അത് എവിടെയാണോ കാണിക്കേണ്ടത് അവിടെ കാണിക്കുക. ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിയരുത്. നമ്മൾ കാരണം ഒരാളുടെ ജീവനും ഒരാപത്ത് പോലും ഇനി പറ്റരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.